അങ്കണവാടിയിൽ കടന്നൽ ആക്രമണം. കുട്ടികൾക്കും അങ്കണവാടി ഹെൽപ്പർക്കും നാട്ടുകാർക്കും ഉൾപ്പെടെ 8 പേർക്ക് കടന്നൽ കുത്തേറ്റു. പുതുരുത്തി മഹിളാ സമാജം 166 നമ്പർ അങ്കണവാടിയിൽ ഇന്ന് ഉച്ചയ്ക്ക് 12:30ഓടെയാണ് സംഭവം. കടന്നൽ കുത്തേറ്റ 5 കുട്ടികൾ അങ്കണവാടി ഹെൽപ്പർ പുതുരുത്തി സ്വദേശിനി പാമ്പുംകാവിൽ വീട്ടിൽ 56-കാരി ശോഭന, പ്രദേശവാസികളായ ആശാ വർക്കർ ബോബി വർഗീസ്, ജോസ് ചിരിയങ്കണ്ടത്ത് എന്നിവരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവ സമയം 7 കുട്ടികളാണ് അങ്കണവാടിയിൽ ഉണ്ടായിരുന്നത്. സമീപത്തെ പറമ്പിലെ പ്ലാവിൻ കൊമ്പിലെ കടന്നൽ കൂടിളകി അങ്കണവാടിയിൽ ഭക്ഷണം കഴിച്ച് പുറത്തു നിൽക്കുകയായിരുന്ന കുട്ടികൾക്ക് നേരെ എടുക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. കെട്ടിടത്തിന് അകത്തേക്ക് ഓടിയ കുട്ടികളെ പൊതിഞ്ഞ് പിടിച്ച് രക്ഷിക്കാൻ ശ്രമിച്ച ഹെൽപ്പർ ശോഭനയെ കടന്നലുകൾ കൂട്ടത്തോടെ ആക്രമിച്ചു. റോഡിലേക്ക് ഓടിയിറങ്ങിയ ഇവർ റോഡരികിലെ കാനയിൽ വീണു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. നാട്ടുകാരിൽ ചിലർക്കും കടന്നൽ കുത്തേറ്റു. നമ്മുടെ പുതുരുത്തി 166 നമ്പർ അംഗനവാടിയാണ്. അംഗനവാടിയില് 7 കുട്ടികളല്ലേ 7 കുട്ടികളാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പ്ലാവിന്റെ മുകളിലെ വലിയ തേനീച്ചകൂടാണ്. അതായത് മലന്തേൻ എന്ന നാട്ടിൽ അറിയപ്പെടുന്ന വലിയ തേനീച്ചകൂട് പെട്ടെന്ന് ഇളകുകയും തൊട്ടടുത്തുള്ള അംഗൻവാടിയിലേക്ക് വന്ന് കുട്ടികളെ അടുത്തേക്ക് വരികയുണ്ടായത്. അപ്പൊ അത് കണ്ട് അവിടുത്തെ മറ്റേ വർക്കറായിട്ടുള്ള ശോഭേച്ചി വന്ന് കുട്ടികളെ വട്ടം പിടിക്കുക. അപ്പോൾ വന്ന തേനീച്ചകളൊക്കെ തന്നെ ശോഭേച്ചിനെയാണ് കൂടുതൽ കുത്തിയത്. തുടർന്ന് അത് അറിഞ്ഞ തൊട്ടടുത്തുള്ള ചന്ദ്രേട്ടൻ ഉൾപ്പെടെ നാട്ടുകാർ വന്ന് ടാർപ്പായി കെട്ടുകയാണ് കുട്ടികളെ അവിടുന്ന് കൊണ്ടുവന്നത്. അപ്പൊ അതിലൊരു 5 കുട്ടികൾക്ക് ചെറിയ തോതില് കുത്ത് ഏറ്റിട്ടുണ്ട്. അവരൊക്കെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ അവര് ചികിത്സയുടെ ഭാഗമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ശോഭേച്ചിക്കാണ് നന്നായിട്ട് ഇതിന്റെ കുത്ത് കിട്ടിയിട്ടുള്ളത്. അവര് ഇപ്പോ ചികിത്സയിലാണ്. കുട്ടികളാകെ പേടിച്ചു ഇതിനകത്ത്. അതിലിപ്പോ 5 കുട്ടികളെ ഇന്ന് മെഡിക്കൽ കോളേജിനകത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ അവിടെ ചികിത്സയിലാണ്. ഇപ്പൊ മറ്റധികാരികൾ എന്ന രീതിയിൽ പോലീസും മറ്റേ ശിശുക്ഷേമ വകുപ്പൊക്കെ എത്തിയിട്ടുണ്ട്. MLA ഉൾപ്പെടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ മെഡിക്കൽ കോളേജിനകത്തും ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയിട്ട് ഇത് കത്തിക്കാനുള്ള ഇടപെടല് നടത്തിയിട്ടുണ്ട്.